പെസഹക്കാലം രണ്ടാം വാരം ഞായർ. അടുത്ത കാലത്ത് നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കേസുകൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇരയുടെ കുടുംബക്കാർ ഒച്ചവയ്ക്കാറുണ്ട്. അമ്മമാർ, എൻ്റെ മകൾക്ക് വന്ന ഗതികേട് ഇനി ഒരാൾക്ക് പോലും ഈ നാട്ടിൽ സംഭവിക്കാൻ പാടില്ല എന്ന് വിളിച്ച് കരയുന്നു. അതോടൊപ്പം കുറ്റവാളിക്ക് വലിയ ശിക്ഷ കൊടുക്കണമെന്ന് വാശിയോടെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. മീഡിയക്കാർ വന്ന് ചോദിക്കും, കൊടുത്ത ശിക്ഷയിൽ സംതൃപ്തയാണോ എന്ന്. ഇന്ന് തിരുസഭ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തന്നെ ജീവനോടെ കുരിശിൽ തറച്ചവരോട് ക്ഷമിച്ച യേശു തൻ്റെ കുത്തിത്തുറന്ന തിരുഹൃദയത്തിലേക്ക്, കരുണയുടെ കടലിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. അമേരിക്കയിലെ 5 കുടുംബക്കാർ യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം തങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയ സംഭവം എന്നെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തി. പെൻസിൽവാനിയ സ്റ്റേറ്റിൽ അനീഷ് സ്കൂളിൽ കടന്നു വന്ന തോക്കുധാരി 10 പെൺകുട്ടികളെ വെടിവെച്ചു. അതിൽ 5 പേർ മരിച്ചു. സ്വയം വെടിവെച്ച് അദ്ദേഹവും മരിച്ചു. എന്നാൽ ശവസംസ്കാരം നടക്കുന്നതിന് മുമ്പ് 5 കുട്ടികളുടെ കുടുംബക്കാർ ഘാതകൻ്റെ വീട്ടിൽ ചെന്ന് ഘാതകനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിധവയെ ആശ്വസിപ്പിച്ചു. കുഞ്ഞു മക്കളുടെ മൃതശരീരം അടക്കം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഉള്ളിൽ നിന്ന് പതഞ്ഞു വന്ന വിദ്വേഷം അവർ അടക്കം ചെയ്തു.